ഇതെന്താ ഉത്തമേട്ട എന്നെ തട്ടിക്കൊണ്ട് പോണ പോലെ? തട്ടിക്കൊണ്ട് പോണ പോലെ അല്ല, ശരിക്കും തട്ടിക്കൊണ്ട് പോവുക. എന്താ കാര്യം പറ. കുഞ്ഞമ്മേ, ദേ ആളെ കൊണ്ടുവന്നുണ്ട്, നടക്ക് വാ. കുഞ്ഞമ്മേ, അയ്യോ വാ വാ വാ. ഞാൻ പറഞ്ഞതാ, നടക്കിങ്ങോട്ട്. പിടിച്ചോ. ഇതെന്താ കുഞ്ഞമ്മ ഇവിടെ ഇരിക്കുന്നേ? കാറ്റുള്ള വന്നിരിക്ക? കുറച്ചൊക്കെ കാറ്റ് കൊള്ളാൻ തന്നെ ഇവിടെ വന്നിരിക്കണേ. എവിടം വരെയായി ഷാഹിന നിങ്ങളുടെയൊക്കെ പടയൊരുക്കം? പടയൊരുക്കോ? പടയൊരുങ്ങാൻ ഇതൊന്ന് ബാഹുബലി സിനിമയോ? അവളുടെ ഒരു ചൊളിച്ച തമാശ. അതെ, കേബിൾ ടിവിയിൽ കുറെ സിനിമയൊക്കെ കാണാറുണ്ടെന്ന് എനിക്കറിയാം. അത് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഉത്തമ പറഞ്ഞു കൊടുക്കടാ. ഏത് സിനിമയിലെ കഥയാണ്? മറ്റേ കാര്യം. ഷാഹിന, നിങ്ങൾ ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് കുഞ്ഞമ്മക്കെതിരെ സഖ്യകക്ഷി ഉണ്ടാക്കി കുഞ്ഞമ്മയെ പുകച്ചു പുറത്തിയാടിക്കാൻ ഒരു പ്ലാൻ നടക്കുന്നില്ലേ? അതിനെ കുറിച്ച് കുഞ്ഞമ്മ അറിഞ്ഞ് അത് ചോദിക്കാനാണ് നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഉത്തമേട്ട, അങ്ങനെ ഞങ്ങള് സഖ്യകക്ഷി ചേർന്നിട്ടൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഒഴിവ് സമയം ആനന്ദകരമാക്കാൻ വേണ്ടിട്ട് വട്ടം കൂടി സംസാരിക്കും. അല്ലാതെ കുഞ്ഞമ്മ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അതെ, 8 വർഷം ജയിലിൽ പോയി കിടന്നതേ ധ്യാനം കൂടാനല്ല. നിന്നെ പോലുള്ള നിന്നെക്കാളും വലിയ വില്ലത്തികളെ ഞാൻ ഇങ്ങനെ ഒതുക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അറിയോ? ഷാഹിന, നിനക്ക് കുഞ്ഞമ്മേനെ ശരിക്കും മനസ്സിലായിട്ടില്ല. ആരെയൊക്കെ ഒതുക്കിയത്? അതെ, കുലുക്കി സർപ്പത്തില് കസ്കസിന് പകരം വിഷം കലക്കി 2 കാമുകുമാരെ കൊന്ന മഞ്ജുളയില്ലേ, അവളെ ഞാൻ ആ ജയിലിന്റെ പടി ഇങ്ങോട്ടേക്ക് കടത്തിയത് എന്റെ കയ്യിന്റെ ചൂടറിയിച്ചിട്ടാ. അയ്യോ, അപ്പൊ മഞ്ജുളനടിച്ച് പരിപ്പിളക്കിയത് കുഞ്ഞമ്മേണോ? അല്ല പിന്നെ. മഞ്ജുള കുഞ്ഞമ്മ, സോറി കുഞ്ഞമ്മ, ഞങ്ങള് വെറുതെ തമാശക്ക് നിന്ന് പറഞ്ഞതാ കുഞ്ഞമ്മ പോച്ച് പുറത്ത് അടിച്ചാലോന്ന്. കാര്യമായിട്ട് പറഞ്ഞൊന്നുമല്ല. അതെ, ഇനി കുഞ്ഞമ്മേനെ പറ്റി ആര് എന്ത് പറഞ്ഞാലും ആ സദസ്സിൽ നിന്ന് ഞാൻ ഒഴിവായി പോക്കോളാം. ഞാൻ അങ്ങോട്ട് പോകത്തേ ഇല്ല. സത്യമായിട്ടും പോവില്ല. ഇപ്പൊ എന്നെ വിട്ടേക്ക്. ഇല്ല, നീ പോകണം. അതെന്തു വർത്താനോ? ആ സഭ പൊളിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ വിളിച്ചോണ്ട് വന്നത്. പോട്ടെ. നീ അവിടെ പോയിരിക്കണം. അവരുടെ ഇടയിൽ പോയിരുന്ന് അവരെന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേൾക്കണം. എന്തിന്? അങ്ങനെ നീ അവിടെ പോയിരുന്ന് അവരെന്തൊക്കെയാണ് എന്നെ കുറിച്ച് കുറ്റം പറയണെന്ന് കേട്ടാലല്ലേ നിനക്ക് അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. ഉത്തമ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഷാഹിന കുട്ടി, എനിക്കും വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായ വെച്ച കാര്യം ഞാൻ പറയാം. നീ ഇന്ന് മുതൽ കുഞ്ഞമ്മയുടെ സ്പൈയ, അതായത് ചാര വനിത. നീ അവിടെ പോയ സഭയിലിരിക്കണം. അവര് കുഞ്ഞമ്മേനെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അതുപോലെ തന്നെ വന്ന് കുഞ്ഞമ്മയോട് പറയണം. അയ്യേ, എന്റെ ഉത്തമേട്ട അവിടെ കേൾക്കുന്ന ഇവിടെ വന്ന് പറയുന്നൊക്കെ തെറ്റല്ലേ? അല്ല, നിനക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ അല്ലേ? എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിന്റെ ഹൈറ്റ് എത്ര ഉണ്ട്? ഞാൻ 5 അടിയുണ്ട്. ഉത്തമ, 5 അടിയുള്ള ഒരാളെ തല്ലിക്കൊന്ന് കല്ലിൽ കെട്ടി ഈ കുളത്തിൽ അങ്ങോട്ട് താത്തിയിട്ടല്ലേ ആരെങ്കിലും അറിയോ? ചുരുങ്ങിയത് ഒരു 100 വർഷം എടുക്കും അറിയാൻ. 100 വർഷം അല്ലേ? അപ്പോ എങ്ങനെയാ, കുളത്തിൽ കുളിക്കണോ അതോ നിക്കണോ? സത്യമായിട്ടും എന്നെ കൊന്ന് ഇതില് താത്തുവോ? അമ്മച്ചിയാണോ സത്യം? ഞാൻ തല്ലിക്കൊന്ന് താത്തും. ഷാഹിന, കുഞ്ഞമ്മയുടെ കൂടെ നിൽക്കാത്ത 3 പേര് ഇപ്പൊ എവിടെ കിടക്കണെന്നറിയാമോ? എവിടെയാ? ഈ കുളത്തിന്റെ അടിത്തട്ടില് തല്ലിക്കൊന്ന് ചവിട്ടി താത്തിയതാ. എന്തായാലും ജീവപര്യന്തമാണ്. ഇനിയിപ്പോ ഒരെണ്ണത്തിനെയും കൂടെ തല്ലിക്കൊന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, ശിക്ഷ ഒരുപോലെ. അങ്ങനെയാണെങ്കിലേ ഇനി തൊട്ട് ഞാൻ കുഞ്ഞമ്മയുടെ ആളാ. ശരിക്കും? വെരി ഗുഡ് ഗേൾ. താങ്ക്സ്. അപ്പൊ എന്തായാലും കുഞ്ഞമ്മക്ക് പുതിയ അസിസ്റ്റന്റ് ആയ സ്ഥിതിക്ക് ഞാൻ തൽക്കാലം കുഞ്ഞമ്മയുടെ അടുത്ത് രാജി വെച്ചിട്ട് അങ്ങോട്ട് മാറിയാലോ എന്നൊരാലോചന. ഉത്തമ, നിന്റെ താടിയൊക്കെ വളർന്നതാ, ഒന്ന് ഷേവ് ചെയ്തേക്ക്. എന്തിനാണ്? നിന്റെ പഴയ കേസ് കേട്ടില്ലേ, അത് ഒത്തുതീർപ്പൊന്നും ആക്കിയിട്ടില്ല. ഞാൻ ഒന്നും കൂടെ ഒന്ന് മനസ്സ് വിചാരിച്ചാ വീണ്ടും ഒന്ന് കുത്തിപ്പൊക്കാൻ പറ്റും. ആണോ?
ഞാൻ കുഞ്ഞമ്മടുത്ത് രാജിവെച്ച് പോണ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഇപ്പോഴുള്ള ഇതിൽ നിന്ന് രാജിവെച്ചിട്ട് ഇവളെ അസിസ്റ്റന്റ് ആണല്ല, ഇവളുടെ സാറായിട്ട് വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിട്ടാ. അത്ര സിമ്പിൾ ആണ് കാര്യം. അല്ലാതെ ഞാൻ കുഞ്ഞമ്മനോട്ട് പോവാനാ? നീ അത് പറയണ്ടേ? എന്ത് കഷ്ടം. ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയടാ. അങ്ങനെ ഞാൻ പോവുക. അത് തന്നെ ശരിയാ. ഞാൻ എന്താ അങ്ങോട്ട്? അയ്യോ, നീ ഇതുവരെക്കും പോയില്ലേ? ഇന്ന് തന്നെ ഡ്യൂട്ടി കയറണം. വേഗം ചെല്ലേ. ഡ്യൂട്ടിക്കാ? ആ, അവിടെ അവരെന്തൊക്കെ എന്നെ കുറിച്ച് പറയണൂന്നുള്ളത് എന്റെ അടുത്ത് വന്ന് പറയണ്ടേ? വേഗം ചെല്ല്. എന്നിട്ട് അവിടെ പോയി എന്നെ കുറിച്ച് മാക്സിമം കുറ്റം പറഞ്ഞ് അവരുടെ നിന്ന് വാങ്ങിച്ചെടുക്കുക കേട്ടോ. പക്ഷെ ഒരു കാര്യം, ഇവിടെ പറഞ്ഞതൊന്നും അവിടെ പോയി പറഞ്ഞു പോവരുത്. ഉറപ്പല്ലേ? രാധയുടെ സ്വഭാവം അറിയാലോ. ആ, അപ്പൊ ഹാപ്പി ആയിട്ട് പോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ആ, ശരി. മറ്റേ പഴയ കേസിന്റെ കാര്യം ശരിക്കും പറഞ്ഞാണോ? ശരിക്കും പറഞ്ഞു. മര്യാദയ്ക്ക് ഞാൻ പറയണത് അനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. ഒന്നും പറ്റിയില്ല. എല്ലാം എന്താ പേടിച്ചിരിക്കണേ? ഞാൻ പേടിച്ചിരിക്കുന്നല്ല. എടി, എന്താ കാര്യം പറ. അതൊന്നുമില്ല ചേച്ചി, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. എന്താ ആലോചിച്ചു? ഒന്നുമില്ല ചേച്ചി. രാവിലെ വല്ല ഇഡ്ഡലിയോ ദോശയോ അപ്പോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഉച്ചയ്ക്ക് ചോറും കറി ഉണ്ടാക്കി കഴിക്കാം. വൈകിട്ട് അതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങുക. അങ്ങനെയൊക്കെ ജീവിച്ചു പോണോ നല്ലത്. എനിക്കും അതാ ഇഷ്ടം. ഇതെന്തിനാ നീ ഇപ്പൊ പറഞ്ഞേ? അതല്ലേ ചേച്ചി, നമ്മളൊക്കെ വെല്ലമൊക്കെ തിന്നും കുടിച്ചൊക്കെ സമാധാനപരമായിട്ട് എവിടെങ്കിലും ഇരിക്കുന്നതിന് വരെ വലിയ ആൾക്കാരെ പോലെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ പോയി ഇടപെടുന്ന നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. എന്താടി കാര്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. അത് ചേച്ചി, അല്ലെങ്കിൽ ഒന്നുമില്ല. എന്തോ ഒന്നുമില്ലാന്ന്? എന്തോ ഉണ്ട്, നീ പറ. എന്റെ ചേച്ചി, അത് ചേച്ചിയോട് പറയാൻ പറ്റൂല. ഓ, അപ്പൊ എന്നോട് പറയാൻ പറ്റാത്ത കാര്യം നിനക്കുണ്ടോ? അങ്ങനെയല്ല, അത് ചെറിയൊരു കാര്യം, അതുകൊണ്ടാ പറയാത്തെ. ആ ചെറിയ കാര്യമല്ലേ എനിക്ക് കേൾക്കണം, നീ പറ. അല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. നീ പറയില്ലേ? ഇല്ല, പറ്റൂല. നീ പറയാതെ ഇവിടുന്ന് പോവില്ല നീ. ചേച്ചി, അതിന് മാത്രം ഒന്നും ഇല്ല, അതുകൊണ്ടാ പറയാത്തെ. ഇച്ചിരി പോകുന്ന കാര്യമല്ലേ എന്നോട് പറയണം. ഞാൻ എന്തായാലും പറയൂല. അപ്പൊ നിന്റെ വാശി. വാശിയല്ല, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, അതിന് മാത്രമുള്ള കാര്യമൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചിയോട് പറയൂലേ. പിന്നെ നീ ആലോചിച്ചിരിക്കണ എന്തിനാ? അത് വെറുതെ ഇവിടെ ഇരുന്നപ്പോ അങ്ങ് ആലോചിച്ചു പോയതാ. മക്കളെ, അച്ഛാ, ഇതെന്താ അച്ഛനും തുടങ്ങിയ ആലോചന? എന്താച്ചാ? കുമാരിയെ, അല്ല നിനക്ക് ഇത്തിരി ജനറൽ നോളജ് ഉണ്ടല്ലോ. ഇത്തിരി അല്ല, നന്നായിട്ടുണ്ട്. അച്ഛൻ എന്താ അറിയണ്ടേ? ആ, അതെ, ഈ ഹരിദ്വാറില് അവിടെ ഈ 1 സെന്റ് ഭൂമിക്ക് എന്തോ വില വരും? ഹരിദ്വാറില് അവിടെ 1 സെന്റ് ഭൂമിക്ക് എന്തോ വില വരുമെന്നാ ചോദിച്ചത്. അച്ഛനിപ്പോ എന്തിനാ അവിടുത്തെ ഭൂമിയുടെ വിലയൊക്കെ അറിഞ്ഞിട്ട്? അത് കൊറേ ദൂരെയാ. അല്ലാതറിയാ, എന്തായാലും നമ്മുടെ ഈ തറവാട് സർക്കാരിനും ആശ്രമത്തിനും കൊടുത്തതിന് ശേഷം ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ സീതാലക്ഷ്മി നഷ്ടപരിഹാരമായിട്ട് എനിക്ക് എന്തെങ്കിലും തരുമായിരിക്കുമല്ലോ. ആ കാശിന് ഹരിദ്വാറിലെങ്ങാണ് ഇത്തിരി ഭൂമി മേടിച്ച് അവിടെ അങ്ങ് കഴിയാമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. അപ്പൊ അച്ഛന് സന്യസിക്കാൻ പോവാ? അയ്യോ, സന്യസിക്കാനല്ല, അവരുള്ള സന്യാസിമാരുടെ കൂടെ കഴിയാമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. അതന്നെയല്ലേ അച്ഛൻ സന്യാസം? അയ്യോ, അതല്ല. പിന്നെന്താ? പിന്നെന്തുവാ? എന്താ വല്ലമേട്ടൻ പറയുന്നേ? അച്ഛനെ ഹരിദ്വാറിൽ പോവാന്ന്. ആണോ വല്ലമേട്ട? ആ, അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. അല്ല, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, ബലരാമേട്ട ഇപ്പൊ ഹരിദ്വാറിൽ പോയിട്ട് എന്താ കാണിക്കാനാ? സന്യസിക്കാനാണെന്നാ തോന്നണേ. എന്റെ പൊന്നു ബലരാമേട്ട,
ബലരാമേട്ടൻ സന്യസിക്കാൻ വേണ്ടി ഹരിദ്വാറിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടുന്ന് ഇറങ്ങേണ്ട ആൾക്കാർ വേറെ ഉണ്ടല്ലോ. അതാരാ വേറെ ആൾക്കാര്? ബലരാമേട്ട, ഇത് ബലരാമേട്ടന്റെ തറവാടല്ലേ? വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങേണ്ടതേ വലിഞ്ഞു കയറി വന്നവരാ. അമ്മായി വലിഞ്ഞു കയറി വന്നത് തന്നെയാണ് ഉദ്ദേശിച്ചെങ്കിലേ ഞാൻ ഇവിടുന്ന് പോവില്ല കേട്ടോ. നിന്നെ അല്ല. പിന്നെ ഞാൻ പോയില്ലട്ടോ. ഞാൻ നിങ്ങളൊന്നും അല്ല ഉദ്ദേശിച്ചതെന്നാ. പിന്നെ വലിഞ്ഞ് അമ്മായിയോ? അതെ, ഞാനാണോ വലിഞ്ഞു കയറി വന്നിട്ട് നിങ്ങളെ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടാൻ നിൽക്കുന്നത്? ആ ചേച്ചി കുഞ്ഞമ്മയുടെ കാര്യം ഉദ്ദേശിച്ചേ. കുഞ്ഞമ്മയുടെ കാര്യാണോ? അതെ, അമ്മായി അവരെ പുറത്താക്കാന്ന് പറഞ്ഞ് മീറ്റിംഗ് കൂടണം, അല്ലാതെ അതിനുള്ള ഒരു നടപടി എടുക്കണില്ല കേട്ടോ. അവരെ ഇവിടുന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞ അത്ര വലിയ ബാലിയാറാമലയൊന്നും അല്ല. നിസാര ചെറിയൊരു പണിയേ ഉള്ളൂ. അത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മായി എന്താ പ്ലാന്? വെരി സോറി. രാഷ്ട്രീയത്തിലായാലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും എന്റെ പ്ലാനുകളൊന്നും വേറൊരാളുടെ ഞാൻ ഡിസ്കസ് ചെയ്യില്ല. അല്ല എന്നാലും പറ, ഞങ്ങളോടല്ലേ. ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ ആരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. അവരെ ഇവിടുന്ന് ഇറങ്ങുള്ളൂ, ഉറപ്പ്. ചേടാ ഇറക്കി വിടാൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ? ആരോട്? ചേച്ചിയോട്. എന്നോടോ? ആ ചേച്ചി എന്നോട് എന്താ പ്ലാൻ എന്ന് ചോദിച്ചാലേ ഞാൻ ഉത്തരം പറയണ്ടേ. അത് ഞാനെന്തിനാ നിന്നോട് ചോദിക്കണേ? അത് എനിക്ക് അറിയത്തില്ല. എന്ത്? എന്റെ ചേച്ചി എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിപ്പിക്കാതെ ഒന്നും മിണ്ടാതിരിക്കുവോ? ഞാനെന്തിനാ മിണ്ടായിരിക്കണേ? ഞാൻ ചോദിക്കും. ഒന്നുമില്ല. അല്ല അങ്ങോട്ട് പോട്ടെ. നിക്ക്. ഇവക്കെന്തിട്ട് കേടാ? അച്ഛനിനി ഹരിദ്വാറിലൊന്നും പോവണ്ട. ഇനിയിപ്പൊ അത്ര നിർബന്ധമാണെങ്കിൽ അമ്മയുടെ ആശ്രമത്തിലേക്ക് പോയിക്കോ. അത് വേണ്ട. എടി ഇങ്ങോട്ട് നോക്കടി. എടി നേരെ നോക്കടി. ആഹാ, ഇങ്ങോട്ട് മാറിക്കടി. എന്റെ മുഖത്ത് കയറി ഇരിക്കാനല്ല, കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്ക്. അപ്പുറത്തേക്ക് നിൽക്കടി. കുഞ്ഞമ്മ ഞാൻ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്ക്. ആഹാ, എന്റെ അടുത്ത് തർക്കുത്തരം പറയാനായല്ലേടി നീ? ഞാൻ പറഞ്ഞത് നീ കേട്ടാ മതി. ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാൽ നീ ഇങ്ങോട്ട് നിൽക്കണം, അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നിൽക്കണം, ചാടാൻ പറഞ്ഞാൽ നീ ചാടണം. ചാടി ഞാൻ പറയുന്നവരെ ചാടിക്കോ. ആ നിർത്തടി. മോന്ത നിർപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം മോടി കേട്ടുപോയതല്ലേ നീ? എന്നിട്ട് ഈ നേരം വരെ എന്തെങ്കിലും ഒരു കാര്യം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ നീ? കുഞ്ഞമ്മയുടെ അടുത്ത് വന്ന് പറയണെങ്കിലേ ഞാൻ എന്തെങ്കിലും അറിയണ്ടേ? അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അമ്മായി കാര്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത്ര എനിക്കറിയാം. ആണോ? അതെനിക്കറിയാം. അതെന്തുട്ടാ നീ ചോദിച്ചേ? അതെനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ. ഷാഹിന, വേഷം കെട്ട എന്റെ അടുത്ത് എടുക്കരുതാ, മനസ്സിലായിട്ടോ? ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്. അയ്യടാ, സാറാമ്മ ഒന്നും പറഞ്ഞിട്ടില്ല, അവളോട്ടൊന്നും അറിഞ്ഞിട്ടില്ല. സാറാമ്മ നിന്റെ അടുത്ത് പറയാണ്ടിരിക്കേ. അതെ, കുറച്ചു കാലം ജയിലിൽ പോയി കിടന്നു എന്നുള്ളോ, എന്റെ ബുദ്ധിക്ക് യാതൊരു കോട്ടം സംഭവിച്ചിട്ടില്ല, മനസ്സിലായിട്ടോ? അത് കുഞ്ഞമ്മേ ഞാൻ സത്യാ പറയണേ. ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും പ്ലാനിങ് ഒന്നും ആരോടും പറയൂലെന്ന് അമ്മായി പറയുന്നേ. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കാര്യത്തിന്റെ ഗൗരവം നിനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. എന്താ കുഞ്ഞമ്മേ? നീ കുഞ്ഞമ്മേനെ പറ്റി എന്താണ്ട് വിചാരിച്ചിരിക്കണേ? എനിക്ക് ഇവിടെ മാത്രമൊന്നല്ല, അങ്ങ് ഗൾഫ് രാജ്യത്ത് നല്ല പിടിപാടുള്ള ആളാ ഞാൻ, മനസ്സിലായിട്ടോ? എനിക്ക് വേണ്ടി ചാകാനും ആൾക്കാരെ എന്തോരം അവിടെ ക്യൂ നിൽക്കണം എന്നറിയോ നിനക്ക്? കുഞ്ഞമ്മ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങോട്ട് ഗൾഫിലേക്ക് പോയ അമ്പിളിയെ നിനക്ക് കാണണ്ടേ? വേണ്ടേ? നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ? വേണം. ആ, അപ്പോഴേ മര്യാദക്ക് ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പോയ അമ്പിളി തിരിച്ച് നാട്ടിലേക്ക് വരാണ്ടിരിക്കാൻ പാകത്തിനുള്ള 8ന്റെ പണി കൊടുക്കാൻ എനിക്കറിയാം. അവിടെ ഗൾഫിലും ഈ പറഞ്ഞ ജയിലുകളൊക്കെ ഉണ്ട്.
ഇതിന്റെ അകത്തെങ്ങാനും എത്തിപ്പെട്ടാലുണ്ടല്ലോ പിന്നെ ഈ ആയുസില് തിരിച്ചു നാട്ടിലേക്ക് വരാന്ന് പൂതി വേണ്ടാട്ടാ. കുഞ്ഞമ്മ എന്റെ അമ്പിളിക്ക് ഒന്നും ചെയ്യല്ല. എന്റെ അമ്പിളിക്ക് പാവാ. അമ്പിളിക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ പറയുന്നേ? ഒന്നും ചെയ്യല്ലേ. ആ എന്നാ പിന്നെ ഞാൻ പറയണത് നീ കേക്ക്. അത് എന്താ സംശയം ഉണ്ടാ? ഞാൻ പറയണത് കേട്ട് നീ മര്യാദക്ക് എപ്പോഴാ എങ്ങനെയാന്ന് വെച്ചാ സാറാമ്മയുടെ അടുത്ത് പോവാ, രഹസ്യങ്ങൾ ചോർത്തുക, എന്റെ അടുത്ത് ഒന്ന് പറയാ പറ്റൂ? ഞാൻ പറയാം. എങ്ങനെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ കുഞ്ഞമ്മയുടെ അടുത്ത് പറഞ്ഞോളൂ. പക്ഷെ എന്റെ അമ്പിളിക്ക് ഒന്നും ചെയ്യല്ലേ. എന്ത്? എന്റെ അമ്പിളിക്ക് ഒന്നും ചെയ്യരുതെന്ന്. ഞാൻ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് പ്രവർത്തിച്ച നീയും സേഫ്, നിന്റെ അമ്പിളിങ്ങയും സേഫ്. കുഞ്ഞമ്മ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തോളാം. വെരി ഗുഡ്. അതെ, നീ എന്റെ ഈ കാലൊന്ന് താഴേക്ക് ഇറക്കി. കാല് താഴേക്ക് ഇറക്ക. എന്ത് പറഞ്ഞ മനസ്സിലായില്ലേ? പതുക്കെ, നല്ല വേദനയുണ്ട്. ഇനി കാലൊന്ന് ശരിക്ക് തടവിത്തുന്നു. കാലൊന്ന് തടവിത്ത, നല്ല പോലെ തടവിക്കോട്ടോ. അയ്യോ, പതുക്കെ. ആഹാ, മോള് തടവാണോ? കണ്ടറിഞ്ഞൂടെ? കണ്ട് ചോദിച്ചേ ഉള്ളു വെറുതെ. മോള് നന്നായിട്ട് തടവും കേട്ടാ. മക്കളെ, ഇത് കഴിയുമ്പോ ഉമ്മയുടെ മുറിയിലോട്ട് വരണേ. ഉമ്മയുടെ കാലിന്റെ ഇവിടെ ഒരു വേദനയുണ്ട്, ഒന്ന് തടവി തരണേ. ആര് വരുന്നു? ഇവള് ഇവിടെ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അല്ല, ഇവിടെ കുറച്ചു മുമ്പ് എന്തായിരുന്നു ഒരു ഒച്ച കേട്ട് ചാടുന്ന പോലൊക്കെ? അത് വല്ല മരപ്പെട്ടി ഓടിയതായിരിക്കും. ആണ് മരപ്പെട്ടി? ഇതുവരെ ഓടാത്തൊരു മരപ്പെട്ടി എങ്ങനെ? നിങ്ങളിപ്പോ എന്തിനാ വന്നേ? അല്ല, ഞാൻ മോളെ വിളിക്കാൻ വന്നേ. ഇന്ന് അവളെ എന്റെ കൂടെ കിടന്നോട്ടെ. ഇല്ല, അവളെ എന്റെ കൂടെ തന്നെ കിടക്കും. അല്ല, ഇന്നൊരു ദിവസത്തേക്ക് എന്റെ കൂടെ ഒരു ദിവസത്തെ കാര്യവും പറയണ്ട. ഇന്ന് ഇവിടെ എന്റെ കൂടെ കിടക്കും. പറഞ്ഞ കേട്ടൂടെ? ഉമ്മ, ഞാൻ ഇവിടെ കിടന്നോളാം. മോള് വരുന്നില്ലേ? ഇല്ല. മോളെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നല്ല, പേടിച്ച പോലൊക്കെ ഉണ്ടല്ലോ. അത് വല്ല പേടി സ്വപ്നം കണ്ടിട്ടായിരിക്കും. ഉറങ്ങാതെങ്ങനാ സ്വപ്നം കാണുന്നേ? സ്വപ്നം കാണാൻ ഉറങ്ങണമെന്നൊന്നുമില്ല. അതറിഞ്ഞൂടെ നിങ്ങൾക്ക്? അയ്യോ, അതെങ്ങനെ രാധേ? പുറത്ത്. അല്ല, അവിടെ നിന്ന് സംസാരിച്ചാ മതി. അവിടെ എന്നോടാണോ? അതെ, ഇവിടെ വേറെ ആരുമില്ലല്ലോ. മോള് വരുന്നില്ലേ ഇപ്പൊ? ഇവരോടല്ലേ ഞാൻ പറഞ്ഞത് അവൾ എന്റെ കൂടെ തന്നെ ഇന്നും കിടക്കും. ഞാനിവിടെ ഉള്ള ദിവസം അത്രയും അവൾ എന്റെ കൂടെ കിടക്കും. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി, പോസുലു. എന്താ? അല്ല, പിന്നെ മോള് തടവുന്നോ നോക്കാൻ വന്നതാ ഞാന്. നോക്കിയല്ലേ? നീ പോയി കിടന്നുറങ്ങി. പക്ഷെ ഇവളെക്കാൾ നന്നായിട്ട് ഞാൻ തടവും കേട്ടോ. പക്ഷെ അതിന് സമയമായിട്ടില്ല. സമയമാകുമ്പോ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാനൊരു തടവും. സമയമാകുമ്പോ ഞാൻ വിളിക്കാം. വിളിക്കണ്ട, വിളിക്കാതെ ഞാൻ വരുമല്ലോ. അത്ര ഉത്തരവാദിത്തം. അപ്പൊ ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്. ഇനി വരണ്ടേ? മര്യാദയ്ക്ക് തടവടി. ഇല്ല ഞാൻ ശരിയാ. ഞാൻ വന്നിട്ട് ശരിയാക്കാം. ഇല്ലെന്നേ, ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഞാൻ വന്നിട്ട് അത് അയച്ചാ മതി കേട്ടോ. 2 ദിവസത്തിനകത്ത് വരും. ശരി. പങ്കുവേ, പാർട്ടി ഓഫീസിൽ നിന്നാ വിളിച്ചതേ. നമ്മള് 2 ദിവസമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അവിടെ ആകെ കുളമായിട്ട് കിടക്കുക. ഈ തറവാട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നടക്കണതിന്റെ ഇടയിൽ പാർട്ടി കാര്യങ്ങളിൽ ഇത്തിരി ശ്രദ്ധ കുറവുണ്ടെന്ന് പൊതുവെ അണികളുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ട്. സത്യമല്ലേ അത്? നമ്മൾ 2 ദിവസം പോകാതിരുന്നപ്പോ തന്നെ ഇതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു കാര്യം പറയട്ടെ, സാറാം ഇനി പഴയ പോലെ തന്നെ പാർട്ടി കാര്യങ്ങളിനെ അങ്ങോട്ട് ശ്രദ്ധിക്കും. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിയോളാന്നേ. അത് വേണ്ട. ഇപ്പൊ ഈ വീട്ടിൽ എനിക്ക് കുറച്ച് ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. ഈ വീട്ടിലെ മുഴുവൻ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇനി പാർട്ടി ഓഫീസിലോട്ടുണ്ട്.
അപ്പൊ ഈ പാർട്ടി ഓഫീസിൽ പോണില്ലേ? എന്റെ ഓർമ്മ വെച്ച നാള് മുതൽ ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ നടക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും തീർന്നിട്ടില്ല. വരല്ലേ സാറാമോ, ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ വരല്ലേ? ആ എന്താ രണ്ടാളുടെയും കാര്യം പറഞ്ഞ് ഞാൻ നാക്ക് വായിലിക്കട്ടേ ഉള്ളൂ. അതെയോ? ആ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേടി പങ്ക്യാമൻ എന്തോ എന്നെ പറ്റി പറയണ്ടെന്ന്. എനിക്കത് തോന്നി, അതാ ഞാൻ ഓടി വന്നേ. അതെ, എന്നാ വാ. എന്താ കാര്യം? ഒന്നുമില്ല. അങ്ങ്യാമ എന്താ ഞങ്ങളെ പറ്റി പറഞ്ഞേ? ഓ ഒന്നുമില്ല കുട്ടി, ഞങ്ങളൊന്ന് സ്വൈരായിട്ട് ഇരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാ. ഇവിടെ ആകുമ്പോ ആരും ശല്യം ഉണ്ടാവില്ലല്ലോ. അയ്യോ, ഞങ്ങൾ ശല്യപ്പെടുത്താൻ വന്നൊന്നല്ല കേട്ടോ. അത് മനസ്സിലായി. എന്താ വന്നേ? അതെ, പങ്ക്യാമനെ കുഞ്ഞമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, എന്തിന്? അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെന്ന് നോക്കിയാലല്ലേ അറിയുള്ളൂ. ചെല്ല്. എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കിയേ. പങ്കുന്ന ടെൻഷൻ അടിക്കണേ, പോയി അന്വേഷിച്ചേ. അല്ലാന്നേ അവര് അതെ, ആരെങ്കിലും വന്ന് അന്വേഷിച്ച ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേ കേട്ടോ. അല്ല എന്തിനും അത് പറയണല്ലേ. ഞാൻ പോയിട്ട് വരാം എന്നാ.